വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എസ് ശശിധരൻ ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകും. വിജിലൻസ് സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ വ്യക്തതയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന വിവരം പോലും റിപ്പോർട്ടിൽ ഇല്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കൊച്ചിയിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡാനി, ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതിൽ അവ്യക്തതയില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഇന്ന് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാവാൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ, ഡാനി? റിപ്പോർട്ട് പരിശോധിച്ച കോടതി അവ്യക്തതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് SP എസ് ശശിധരനോട് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇതിൽ നിരവധിയായ കേസുകൾ നിലവിലുണ്ട്. പക്ഷേ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന അത് നാമമാത്രമായ രീതിയിലെന്ന് കോടതി നിരീക്ഷിക്കുന്നു. മുഴുവൻ കേസുകളിലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതിൽ തന്നെയും സമർപ്പിച്ചതിൽ തന്നെയും അവ്യക്തതകൾ നിലനിൽക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നതെല്ലാമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ തവണ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് 17ഓളം കേസുകളിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും 30ഓളം കേസുകളിൽ അതിൽ പ്രോസിക്യൂഷന് കാര്യമാത്രമായ രീതിയിലേക്ക് തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതാണ് ഇതിൽ ചോദ്യമായിട്ട് ഉന്നയിക്കുന്നത്. പരാതിക്കാരനായ MS അനിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കാരണം ഇത് കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. കേസിലൊരു മെല്ലെപ്പോക്കെന്ന രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത്. നിരവധിയായ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുണ്ട്, പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ അതിന് മാത്രമായ വേഗത ഈ അന്വേഷണത്തിന് ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഈ കേസ് എന്ന് പറയുന്നത് തന്നെ കുറഞ്ഞ പലിശയ്ക്ക് പണം ഒരു ഭാഗത്തുനിന്ന് സ്വീകരിച്ചുകൊണ്ട് പിന്നീട് ഉയർന്ന പലിശയ്ക്ക് അത് മറ്റുള്ളവർക്ക് നൽകുന്നു ഒരു മൈക്രോ ഫിനാൻസ് രീതി. അപ്പോൾ ഇതിൽ വ്യാപകമായ രീതിയിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി ഉയർന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണത്തിലേക്ക് കടക്കുന്നതും അന്വേഷണം പ്രഖ്യാപിക്കുകയും എല്ലാം തന്നെ ചെയ്തത്. പക്ഷേ ഈ അന്വേഷണത്തിൽ വലിയ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് നടന്നിട്ടില്ല എന്നതടക്കമാണ് ഈ പരാതിക്കാരൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതി അടക്കം സമീപിക്കുന്നത്. തുടർന്നാണ് പിന്നീട് ഇതിൽ കുറ്റപത്രം സമർപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പോകുന്നത്. പക്ഷേ അപ്പോഴും ഈ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ പോലും മറ്റ് കേസുകൾ സംബന്ധിയായ കാര്യങ്ങളിൽ അവ്യക്തത തുടരുന്നു എന്നതാണ് പറയുന്നത്. അതിനൊരു കാരണമായിട്ട് കഴിഞ്ഞ തവണ ഈ SP ശശിധരൻ്റെ റിപ്പോർട്ടിൽ ഉള്ളത് പല കേസുകളിലും കാര്യമായ രീതിയിലുള്ള തെളിവുകൾ കണ്ടെത്താനോ അല്ലെങ്കിൽ അതിന് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാനോ പ്രോസിക്യൂഷന് കഴിയുന്നില്ല. തെളിവുകളുടെ സമാഹരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതെന്തുകൊണ്ട് എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. അതിനാണ് നേരിട്ട് ഹാജരാകാനായിട്ട് SP ശശിധരനോട് ഹൈക്കോടതി ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം നേരിട്ട് കോടതിയിൽ ഹാജരാകണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.